കുഴൂരിൽ LDFന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് കോർപ്പറേഷനിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കുമാണ് സ്ഥാനാർത്ഥികളെ. ചാലക്കുടിയിലെ അന്തർ സംസ്ഥാന പാതയിൽ അപകടാവസ്ഥയിലായ പാലത്തിന്റെ കേടുപാടുകൾ തീർക്കുന്ന പ്രവർത്തികൾ ഇനിയും ആരംഭിച്ചില്ല. പാലത്തിന്റെ അടിഭാഗത്തെ സംരക്ഷണ ഭിത്തി ഇളകിയ നിലയിൽ. കുഴൂരിൽ ഇടതുമുന്നണിയിലെ സീറ്റ് തർക്കം സൈബർ പോരിലേക്ക് നീങ്ങുന്നു. CPM പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ വെട്ടി CPI സ്വന്തം സ്ഥാനാർത്ഥിയെ സൈബർ ഇടത്തിൽ അവതരിപ്പിച്ചു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. തൃശൂരിൽ LDFന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. കോർപ്പറേഷനിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കുമാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ കോൺഗ്രസിലുണ്ടായ പൊട്ടിത്തെറി മുതലെടുക്കുമെന്ന് ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദർ പറഞ്ഞു. തൃശൂർ കോർപ്പറേഷനിലെ 56 ഡിവിഷനുകളിൽ 38 എണ്ണം CPIM-നും 8 എണ്ണം CPI-ക്കുമാണ്. RJD-ക്ക് 3-ഉം കേരള കോൺഗ്രസ് മാണി വിഭാഗം, JDS എന്നിവർക്ക് 2 വീതവും NCP, കോൺഗ്രസ് S എന്നിവർക്ക് ഓരോ സീറ്റുമാണ് നൽകിയത്. തൃശൂർ കോർപ്പറേഷൻ CPIM ആകെ സീറ്റ് 56ആണ്. CPIM 38, CPI 8, RJD 3, കേരള കോൺഗ്രസ് മാണി 2, JDS 2, NCP 1, കോൺഗ്രസ് S 1. ജില്ലാ പഞ്ചായത്തിലേക്ക് CPIM-ന് 18-ഉം CPI-ക്ക് 8-ഉം RJD, INL, കേരള കോൺഗ്രസ്, NCP എന്നിവർക്ക് ഓരോ സീറ്റ് വീതവും നൽകി. ജില്ലാ പഞ്ചായത്തിൽ CPIM 18, CPI 8, RJD, NCP, കേരള കോൺഗ്രസ് മാണി, INL 1 വീതം. കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ കോൺഗ്രസിലുണ്ടായ പൊട്ടിത്തെറി മുതലെടുക്കുമെന്ന് CPIM ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദർ വ്യക്തമാക്കി. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യും. കോൺഗ്രസിൽ പലയിടങ്ങളിലും ഇനിയും അമർഷം നീറിപ്പുകയുകയാണെന്നും അബ്ദുൾ ഖാദർ പറഞ്ഞു. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം വന്നതോടുകൂടി പല സ്ഥലങ്ങളിലും പൊട്ടിത്തെറി ഉണ്ടായിട്ടുണ്ട്. ഇനിയും പലയിടങ്ങളിലും അമർഷം നീറിപ്പുകയുന്നുണ്ട്. കോൺഗ്രസിലെ UDF-ലെ അഭിപ്രായ ഭിന്നതകൾ മുതലെടുക്കുക ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ട് ചെയ്യും. അത് പലതരത്തിൽ ഞങ്ങളത് ചർച്ച ചെയ്യുന്നുണ്ട്. കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ DCC ജനറൽ സെക്രട്ടറി രവി ജോസ് താണിക്കൽ പാർട്ടി പദവികൾ രാജിവെച്ചിരുന്നു. ജോർജ് ചാണ്ടി, ഷോമി ഫ്രാൻസിസ് എന്നിവർ വിമതരായും മത്സരിക്കുകയാണ്. കൗൺസിലർ നിമ്മി റപ്പായി കഴിഞ്ഞ ദിവസം രാജിവെച്ച് LDF-ൽ ചേർന്നിരുന്നു. ചാലക്കുടിയിലെ അന്തർ സംസ്ഥാന പാതയിൽ അപകടാവസ്ഥയിലായ പാലത്തിന്റെ കേടുപാടുകൾ തീർക്കുന്ന പ്രവർത്തികൾ ഇനിയും ആരംഭിച്ചില്ല. പാലത്തിന്റെ അടിഭാഗത്തെ സംരക്ഷണ ഭിത്തി ഇളകിയ നിലയിലാണ്. ഭാരവാഹനങ്ങൾക്ക് ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചിട്ടുണ്ട്. എന്നാൽ KSRTC സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. പാലം തകർന്ന് അപകടമുണ്ടാകുമെന്ന അവസ്ഥയിലായിട്ടും ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും നടപടികളാകുന്നില്ലെന്നാണ് ആരോപണം. മലക്കപ്പാറ റോഡിൽ ആനക്കയത്തിനും അമ്പലപ്പാറയ്ക്കുമിടയിലുള്ള പാലമാണ് അപകടാവസ്ഥയിലായിരിക്കുന്നത്. ഇതേ തുടർന്ന് ഭാരവാഹനങ്ങൾക്ക് ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചിട്ടുണ്ട്. എന്നാൽ KSRTC സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. പാലത്തിന്റെ അടിഭാഗത്തെ സംരക്ഷണ ഭിത്തി ഇളകിയ നിലയിലാണ്. നല്ലൊരു മഴ പെയ്താൽ മഴവെള്ളപ്പാച്ചിലിൽ പാലം ഇടിയാനുള്ള സാധ്യതയുണ്ട്. അപകടാവസ്ഥയിലായ പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ 10 ദിവസത്തിനുള്ളിൽ തീർക്കണമെന്ന് ഇക്കഴിഞ്ഞ 28-ന് ജില്ലാ കളക്ടർ ബന്ധപ്പെട്ടവർക്ക് കർശന നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ കളക്ടറുടെ നിർദ്ദേശം പാലിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. മീഡിയ ടൈം, ചാലക്കുടി. കുഴൂരിൽ ഇടതുമുന്നണിയിലെ സീറ്റ് തർക്കം സൈബർ പോരിലേക്ക് നീങ്ങുന്നു. CPM പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ വെട്ടി CPI സ്വന്തം സ്ഥാനാർത്ഥിയെ സൈബർ ഇടത്തിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ. എന്നാൽ CPI നേതാക്കൾ വിഷയത്തിൽ പരസ്യ പ്രതികരണം നടത്തിയിട്ടില്ല. CPI പോര് കുഴൂരിൽ എല്ലാ സീമകളും കടന്ന് സൈബർ ഇടത്തിൽ കൊഴുക്കുകയാണ്. ആകെ 15 വാർഡുകളുള്ള പഞ്ചായത്തിൽ 16 വാർഡുകളിലേക്കാണ് CPM സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. LDF ധാരണ പ്രകാരം CPIക്ക് 4 സീറ്റുകൾ നൽകി. എന്നാൽ CPM-ന്റേത് ഏകാധിപത്യ നീക്കമാണെന്ന് CPI-ലെ കുഴൂരിലെ നേതാക്കൾ പറയുന്നു. ശക്തമായ വിയോജിപ്പാണ് CPI കുഴൂർ ഘടകം പ്രകടിപ്പിക്കുന്നത്. മുൻപ് 14 വാർഡുകൾ ഉണ്ടായിരുന്നപ്പോൾ 4 സീറ്റുകൾ നൽകി.
ഇപ്പോൾ 15 വാർഡുകളായി പഞ്ചായത്തിലെ ഭരണശേഷി ഉയർന്നപ്പോൾ കൂടുതലായി ലഭിച്ച ഒരു സീറ്റ് CPM കൈയടക്കിയതാണ് CPIയെ പ്രകോപിപ്പിക്കുന്നത്. നിലവിലെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്തെ വാർഡ് 11 സ്ഥാനാർത്ഥിയാക്കിയ CPMന്റെ നടപടിയിൽ കടുത്ത അമർഷമാണ് CPIക്കുള്ളത്. CPM സ്ഥാനാർത്ഥിയായ ഷിജി യാക്കോബിനെതിരെ AISF നേതാവായ രമ്യ ശ്രീജേഷിനെ അവതരിപ്പിച്ചാണ് CPI സൈബറിടങ്ങളിൽ പ്രചരണം ശക്തമാക്കുന്നത്. ഒടുവിൽ CPMന്റെ ഒത്തുതീർപ്പ് ഫോർമുലയ്ക്ക് മുന്നിൽ മുട്ടുമടക്കുമെങ്കിലും അണികൾ വിഷയം ഗൗരവമായി എടുക്കുന്നുണ്ട് എന്നതാണ് പരസ്യ പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. അതേസമയം കോൺഗ്രസ് കുഴൂരിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു. മീഡിയ ടൈം മാള. കൊടുങ്ങല്ലൂരിൽ CPI വിട്ട ബ്രാഞ്ച് സെക്രട്ടറി 6 മണിക്കൂറിനകം പാർട്ടിയിൽ തിരിച്ചെത്തി. CPI മേത്തല പഠന നോർത്ത് ബ്രാഞ്ച് സെക്രട്ടറിയും മേത്തല സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടറുമായ രാജേഷ് വളർക്കോടിയാണ് പാർട്ടി വിട്ട അന്നു തന്നെ മടങ്ങിയെത്തിയത്. രാജേഷ് വളർക്കോടി BJPയിൽ ചേർന്നതായുള്ള വാർത്ത കഴിഞ്ഞ ദിവസം പ്രചരിച്ചിരുന്നു. എന്നാൽ പിന്നാലെ രാജേഷ് പാർട്ടിയിലേക്ക് മടങ്ങുകയായിരുന്നു. ചില അസ്വാരസ്യങ്ങളുടെ പേരിലുണ്ടായ വികാരപ്രകടനമായിരുന്നു പാർട്ടി മാറ്റത്തിന് കാരണമെന്നും CPI വിട്ടുപോകാൻ തനിക്ക് കഴിയില്ലെന്നും മനസ്സിലായെന്നും രാജേഷ് പറഞ്ഞു. ഞങ്ങളുടെ പാർട്ടിയിലുണ്ടായ ചെറിയ സംസാരത്തിനിടയിൽ എനിക്കുണ്ടായ ഒരു വികാരപ്രകടനത്തിന്റെ ഭാഗമായി ഞാൻ BJPയിൽ ചേരുകയും അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റാണെന്ന് എനിക്ക് ബോധ്യപ്പെടുകയും ഞാൻ എൻ്റെ മാതൃസംഘടനയിലേക്ക് തിരിച്ചു പോകുന്നതായി പ്രഖ്യാപിക്കും. എനിക്ക് ഈ പാർട്ടിയിൽ നിന്ന് വിട്ടുപോകാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായതിന്റെ പേരിൽ ഞാൻ ചെയ്ത തെറ്റിന് ഖേദപ്രകടനം നടത്തിക്കൊണ്ട് ഞാൻ എൻ്റെ മാതൃസംഘടനയിലേക്ക് തിരിച്ചു പോവുകയാണ്. CPI മണ്ഡലം കമ്മിറ്റി അംഗം AM സായൂജ്, ലോക്കൽ സെക്രട്ടറി KA സലീം, പടന്നവാടിലെ LDF സ്ഥാനാർത്ഥി KM രതീഷ് എന്നിവരുടെ സാന്നിധ്യത്തിലാണ് രാജേഷ് വളർക്കോടി തന്റെ മടങ്ങിവരവ് പ്രഖ്യാപിച്ചത്. ഇനി മറ്റു വാർത്തകൾ നോക്കാം ഒറ്റ നോട്ടത്തിൽ. നിയന്ത്രണം വിട്ട സ്കൂട്ടർ ഇടിച്ച യുവാവിന് ദാരുണാന്ത്യം. ഇന്നലെ രാത്രിയോടെ വെളയനാട് വെച്ചായിരുന്നു അപകടം. പട്ടേപ്പാടം സ്വദേശി കാനാട്ടിൽ പുഷ്പരാജന്റെ മകൻ 22 വയസ്സുള്ള ഗോകുലാണ് മരിച്ചത്. സംസ്കാരം രാവിലെ വീട്ടുവളപ്പിൽ നടക്കും. മാളയിലെ മെറ്റ്സ് എഡ്യൂക്കേഷണൽ എക്സലൻസ് അവാർഡ് 2025 വിതരണം ചെയ്തു. ട്രസ്റ്റിന്റെ ചെയർമാൻ ഡോക്ടർ ഷാജു ആന്റണി ഐനിക്കൽ അധ്യക്ഷത വഹിച്ചു. ഉദ്ഘാടനം തൃശൂർ റേഞ്ച് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് ഹരിശങ്കർ IPS നിർവഹിച്ചു. Education Excellence Award. Generally, we feel that students are being honored. Unfortunately, during the schooling days, most of the time that we spend are in the school with the teacher fraternity and the peer group, and which is much more than the time that we would spend with our parents. And the building blocks of a student's character, as the cliche says, is basically built at school by the teachers and their friends. But unfortunately, when always success is celebrated, we often see the students being honored and the building blocks being ignored. I'm happy that the Met group of institutions have taken up this opportunity and shown this compassion and gesture to the actual building blocks who are actually behind the success of every team. And I am not an education expert in any way. The only exposure that I've had in education is that I have been able to study in some of the best schools and colleges, and I have been able to interact with some of the best students and best faculty. തിരുവനന്തപുരം കേരള ലോ അക്കാദമി ഡയറക്ടർ പ്രൊഫസർ KC സണ്ണി ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. വിവിധ വിഭാഗങ്ങളിലായി തിരഞ്ഞെടുത്ത സീനിയർ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽമാരെയും അധ്യാപകരെയും ചടങ്ങിൽ ആദരിച്ചു. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഇന്റഗ്രേറ്റഡ് MCAയിൽ 2ാം റാങ്ക് കരസ്ഥമാക്കിയ അസിസ്റ്റന്റ് പ്രൊഫസർമാരായ നാസിഹ ജമാൽ, ആരതി പണിക്കർ, മെറ്റ്സ് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് പ്രൊഫസർ സംഗീത ഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ വെള്ളാങ്കല്ലൂർ ഏരിയ വേളുക്കര യൂണിറ്റ് കൺവെൻഷൻ നടന്നു.
യൂണിറ്റ് പ്രസിഡന്റ് സിജി അജയൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മാള ഏരിയ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗവുമായ കെ യൂസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി സുലോചന, ട്രഷറർ ലിജി സന്തോഷ്, മിനി പ്രസന്നൻ, നീതു രതീഷ്, സജിത സനുരാജ്, ലിജി വാൾട്ടൻ, ഷാലി ബിനോയ് എന്നിവർ സംസാരിച്ചു. ശ്രീനാരായണപുരം പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന 21 സ്ഥാനാർത്ഥികളെ UDF പ്രഖ്യാപിച്ചു. കൺവെൻഷൻ AICC സെക്രട്ടറി TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. ശബരിമല സ്വർണ്ണക്കൊള്ളയും PM ശ്രീയും ജനങ്ങൾ മറക്കില്ലെന്നും ഡിസംബർ 11 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ തക്കതായ പ്രതികരണം ഉണ്ടാകുമെന്നും UDF ഉജ്ജ്വല വിജയം നേടുമെന്നും പ്രതാപൻ പറഞ്ഞു. UDF മണ്ഡലം ചെയർമാൻ KA സിറാജ് അധ്യക്ഷത വഹിച്ചു. KPCC നിർവാഹക സമിതി അംഗം MK അബ്ദുൾ സലാം മുഖ്യപ്രഭാഷണം നടത്തി. കൊടുങ്ങല്ലൂരിലെ മുനിസിപ്പൽ LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് OK ഹാളിന് സമീപം അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. KR ജൈത്രൻ അധ്യക്ഷത വഹിച്ചു. TA മുസ്താഖ് അലി, KS കൈസാബ്, PP സുഭാഷ്, PB ഗൈസ്, TP പ്രബേഷ്, അഷ്റഫ് സബാൻ, CK രാമനാഥൻ എന്നിവർ പ്രസംഗിച്ചു. തിങ്കളാഴ്ച രാവിലെ LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. ചൊവ്വാഴ്ച നോമിനേഷൻ നൽകുമെന്ന് നേതാക്കൾ അറിയിച്ചു. ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഗസ്റ്റ് ഹൗസ് ബുക്കിംഗ് എന്ന പേരിൽ വ്യാജ വെബ്സൈറ്റുകൾ വഴി ഭക്തരിൽ നിന്ന് പണം തട്ടുന്നുവെന്ന് പരാതി. അടുത്തിടെ പലർക്കും പണം നഷ്ടപ്പെട്ടെന്ന് കാണിച്ച് ദേവസ്വത്തിന് പരാതി ലഭിച്ചു. ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ഗുരുവായൂർ പോലീസിൽ പരാതി നൽകി. ഭക്തർ ജാഗ്രത പാലിക്കണമെന്ന് ദേവസ്വം അറിയിച്ചു. ഗുരുവായൂർ ദേവസ്വം .in എന്നതാണ് ദേവസ്വത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ്. കൊടകര കൊളത്തൂർക്കാവ് ശ്രീ മഹാവിഷ്ണു ദേവി ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ ശ്രീകല ജയപ്രകാശ് നയിക്കുന്ന വിഷ്ണു ദേവി കാവടി ചിന്ത് സംഘത്തിന്റെ അരങ്ങേറ്റം നടന്നു. കൊളത്തൂർക്കാവ് മഹാവിഷ്ണു ക്ഷേത്രം ഭജന മണ്ഡപത്തിൽ നടത്തിയ കാവിടിച്ചിന്റെ അരങ്ങേറ്റം നടത്തിയത്. അഖില കേരള ചിന്തു കലാകാര കൂട്ടം സംഘടനാ പ്രസിഡന്റ് ബാബു കടുപ്പശ്ശേരി, സെക്രട്ടറി ഗിരീഷ് അഷ്ടമിച്ചിറ, ഗജാഞ്ചി ദിലീപ് താണിയത്തുകുന്ന്, രക്ഷാധികാരി രന്തീഷ് കയ്പമംഗലം, ക്ഷേത്രം പ്രസിഡന്റ് വടുതല നാരായൺ, NSS കരയോഗം പ്രസിഡന്റ് രമേശ് സമ്പത്ത്, സമന്വയ സാംസ്കാരിക വേദി രക്ഷാധികാരി P നാരായണൻകുട്ടി എന്നിവർ സന്നിഹിതരായിരുന്നു. കൊടകര ഷഷ്ടിയോടനുബന്ധിച്ച് ഷഷ്ടി കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൂനിലാർക്കാവ് ക്ഷേത്ര മൈതാനിയിൽ ഒരുക്കുന്ന ബഹുനില പന്തലിന്റെ കാൽനാട്ടൽ കർമ്മം നടത്തി. പന്തൽ കമ്മിറ്റി ചെയർമാൻ PR പ്രസാദൻ, ഷഷ്ടി കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ IK കൃഷ്ണകുമാർ, കൺവീനർ NV ബിജു, ട്രഷറർ ദിനേശ് പരമേശ്വരൻ, പബ്ലിസിറ്റി കൺവീനർ പ്രബൻ മുണ്ടയ്ക്കൽ, ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് D നിർമ്മൽ എന്നിവർ സന്നിഹിതരായിരുന്നു. നവംബർ 26 ചരിത്രപ്രസിദ്ധമായ കൊടകര ഷഷ്ടി. ഈറ്റ, മുള, ചൂരൽ നെയ്ത്തുതൊഴിലാളികളോടുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ മനോഭാവം മാറ്റണമെന്നും മറ്റു തൊഴിൽ മേഖലയ്ക്ക് നൽകുന്ന പരിഗണന ഈറ്റ, മുള, ചൂരൽ മേഖലയ്ക്ക് നൽകണമെന്നും ചാലക്കുടിയിൽ ചേർന്ന കേരള ബാംബു കോൺക്ലേവ് ആവശ്യപ്പെട്ടു. ഈറ്റ വിതരണം സുതാര്യമാക്കണമെന്നും പ്രത്യേക ക്ഷേമ പദ്ധതികൾ ആവിഷ്കരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും കോൺക്ലേവ് ഉന്നയിച്ചു. കേരള കരകൗശല വികസന കോർപ്പറേഷൻ ചെയർമാൻ P രാമഭദ്രൻ ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ PK ശങ്കർദാസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ബാംബു കോർപ്പറേഷൻ ഡയറക്ടർ ബോർഡ് മെമ്പർ രാമചന്ദ്രൻ മുല്ലശ്ശേരി, TN ഗിരി, KK രാമകൃഷ്ണൻ, VK സുബ്രൻ, അഡ്വക്കേറ്റ് കുഞ്ഞുമോൻ K കന്യാടത്ത്, PK അയ്യപ്പൻ, ഭവാനി കുമാരൻ എന്നിവർ സംസാരിച്ചു. കേരള ഈറ്റ, മുള, ചൂരൽ നെയ്ത്തുതൊഴിലാളി സംരക്ഷണ സമിതി എന്ന സംഘടനയ്ക്ക് കോൺക്ലേവ് രൂപം നൽകി. ഇനി എന്റെ പഞ്ചായത്ത് എന്ന പ്രത്യേക തെരഞ്ഞെടുപ്പ് പരിപാടിയാണ് ഇന്ന് അന്നമനട ഗ്രാമപഞ്ചായത്ത്. തൃശ്ശൂർ ജില്ലയുടെ തെക്കേ അറ്റത്തായി ചാലക്കുടി പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമമാണ് അന്നംനട. ഇന്ന് നമുക്ക് അന്നംനട ഗ്രാമപഞ്ചായത്തിൻ്റെ വിശേഷങ്ങൾ നോക്കാം. സ്വാഗതം, എൻ്റെ പഞ്ചായത്ത് അന്നംനട. തൃശൂർ ജില്ലയിലെ ചാലക്കുടി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമമാണ് അന്നമനട.
പുരാതനമായ അന്നമനട മഹാദേവ ക്ഷേത്രത്തിന് പേരുകേട്ട സ്ഥലമാണിത്. ഈ പ്രദേശം കലകളുടെ കേന്ദ്രമെന്നും അറിയപ്പെടുന്നു. പ്രത്യേകിച്ച് താളവാദ്യക്കാരുടെ അന്നമനട ത്രയം സ്ഥിതി ചെയ്യുന്ന സ്ഥലം, വാദ്യോപകരണ പഠനത്തിനുള്ള കേന്ദ്രമായ അച്യുതൻ മാരാർ കലാകേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം എന്നീ നിലകളിൽ നാളികേരം, നെല്ല്, അടയ്ക്ക തുടങ്ങിയ വിളകളുള്ള ഒരു പ്രധാന കാർഷിക അടിത്തറ ഈ പഞ്ചായത്തിനുണ്ട്. UDFും LDFും തുല്യനിലയിൽ അംഗങ്ങളായുള്ള അന്നമനട പഞ്ചായത്ത് ഭരണസമിതിയിൽ നറുക്കെടുപ്പ് വിജയത്തിലൂടെ LDF ആണ് ഭരണം കൈയാളുന്നത്. CPMലെ PV വിനോദാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. കാർഷിക ഉൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധിത സംസ്കരണത്തിനായി മൈക്രോ യൂണിറ്റുകൾ സ്ഥാപിച്ച് ഇതിനെ ഒരു വ്യവസായിക ഗ്രാമമായി വികസിപ്പിക്കാനുള്ള സ്വപ്ന പദ്ധതികളും കഴിഞ്ഞ 5 വർഷക്കാലം പഞ്ചായത്തിൽ നടപ്പാക്കിയ വികസനക്ഷേമ പ്രവർത്തനങ്ങളും ഭരണ തുടർച്ച ഉറപ്പാക്കുമെന്ന പ്രത്യാശ PV വിനോദ് പങ്കുവയ്ക്കുന്നു. അന്നമനട എന്ന് പറഞ്ഞാൽ ഒരു കാർഷിക ഗ്രാമമാണ്. കാർഷിക ഗ്രാമത്തോടൊപ്പം തന്നെ പഞ്ചവാദ്യത്തിൻ്റെ കുലപതികളായ വാദ്യത്രയങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന അന്നമനടയുടെ പേര് ലോകമെമ്പാടും അറിയപ്പെടുന്നതിന് പ്രധാന പങ്കുവഹിച്ച വാദ്യത്രയങ്ങളുടെ നാട് എന്ന നിലയിൽ സാംസ്കാരിക രംഗത്തും വളരെ ഔന്നത്യം നൽകുന്നൊരു പ്രദേശം കൂടിയാണ് അന്നമനട ഗ്രാമപഞ്ചായത്ത്. അന്നമനടയെ സംബന്ധിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാർഷിക മേഖല പ്രധാനപ്പെട്ട വരുമാന മാർഗം. ഇപ്പോൾ 1400 ഏക്കറോളം നെൽകൃഷിയും ജാതി കൃഷിയും പച്ചക്കറി കൃഷി അടക്കമുള്ള ഗ്രാമപഞ്ചായത്തിലെ ജനസംഖ്യയുടെ ഭൂരിഭാഗം ആളുകളും കാർഷിക മേഖലയിലാണ് അത് ഉപജീവന മാർഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. പഞ്ചായത്ത് ഭരണസമിതി നിലവിൽ വന്നതിന് ശേഷം ചാലക്കുടി പുഴയുടെ ഒരു സാമീപ്യം അത് ഒരു വരദാനമായി ലഭിച്ചൊരു പ്രദേശം കൂടിയാണ്. ഗ്രാമപഞ്ചായത്തിൻ്റെ 5 വാർഡുകൾ പുഴയ്ക്കക്കരയും ഇക്കരയും 13 വാർഡുകൾ എന്ന നിലയിൽ ഒരു ജലസമൃദ്ധമായൊരു പ്രദേശമാണെങ്കിൽ കൂടി ക്രമാതീതമായി വരുന്ന പുഴയിലെ ജലനിരപ്പ് എപ്പോഴും ജനങ്ങളിൽ ആശങ്ക ഉളവാക്കാറുണ്ട്. പ്രളയം 2018 മഹാപ്രളയം ബാധിച്ച ഒരു പ്രദേശം കൂടിയാണ്. ഇപ്പോൾ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ചുമതലയേറ്റതിന് ശേഷം 4 വർഷം പൂർത്തീകരിക്കുമ്പോൾ പഞ്ചായത്തിൻ്റെ സമഗ്ര മേഖലയിലും കാർഷിക മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ, പശ്ചാത്തല വികസന രംഗത്ത്, ക്ഷേമരംഗത്ത്, അതോടൊപ്പം തന്നെ സാംസ്കാരിക മേഖലയിലടക്കം സമഗ്രമായി ഇടപെടാൻ കഴിയുന്ന ഒരു പഞ്ചായത്ത് ഭരണസമിതിയുടെ 4 വർഷമാണ് പൂർത്തീകരിക്കാൻ പോകുന്നത്. ഇപ്പോൾ കാർഷിക മേഖലയിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാർഷിക മേഖല എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു മേഖല എന്ന നിലയിൽ ഒരു തരിശുരഹിത ഗ്രാമം എന്ന നിലയിലേക്ക് കൃഷിയുടെ വ്യാപനവുമായി ബന്ധപ്പെട്ടും കൃഷിക്കാരെ സഹായിക്കുന്നതിന് വേണ്ടി അവർക്ക് ഉഴവ് കൂലി, വിത്ത്, സൗജന്യ നിരക്കിൽ വിത്ത്, അതോടൊപ്പം തന്നെ കാർഷിക മേഖലയ്ക്ക് ഏറ്റവും ശക്തി പകരുന്ന ജലസേചന പദ്ധതികളും ജലസംരക്ഷണ പദ്ധതികളും കൂടി ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ജലസംരക്ഷണ രംഗത്ത് കഴിഞ്ഞ 4 വർഷം പൂർത്തീകരിക്കുന്ന സമയത്ത് ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളിൽ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ചെറിയഞ്ചാൽ എന്ന് പറയുന്ന പഞ്ചായത്തിലെ 7.2 ഏക്കർ വിസ്തൃതിയുള്ള ചെറിയഞ്ചാൽ കെട്ടി സംരക്ഷിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാരിൻ്റെ ബഡ്ജറ്റിൽ 1,25,00,000 രൂപ വകയിരുത്തിക്കൊണ്ട് 1-ാം ഘട്ടം പൂർത്തീകരിക്കുകയും 2-ാം ഘട്ടം 1,80,00,000 രൂപ വകയിരുത്തിക്കൊണ്ട് അതിൻ്റെ സംരക്ഷണ പ്രവർത്തികൾ ആരംഭിച്ചു. അതിനെ ഒരു ജലാശയ സംരക്ഷണത്തോടൊപ്പം തന്നെ ഒരു പ്രാദേശിക ടൂറിസമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ ചുറ്റും നടപ്പാത വിരിച്ച് അതിനാവശ്യമായ ഇലക്ട്രിഫിക്കേഷനൊക്കെ നടത്തി വൈകുന്നേരങ്ങളിൽ ഇരിക്കാൻ കഴിയുന്ന രീതിയിലേക്കൊക്കെ തന്നെ ഒരു ഗ്രാമീണ ടൂറിസം മേഖലയുമായി ബന്ധപ്പെടുത്തി അതിനെ ഉയർത്തണം എന്നുള്ളതാണ് പഞ്ചായത്ത് ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം തന്നെ എരിയാങ്കുടി തുറ കെട്ടി സംരക്ഷിക്കുന്ന പ്രവർത്തനം പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കുട്ടംകുളം കെട്ടി സംരക്ഷിക്കുന്ന പ്രവർത്തനം പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ചങ്ങരംകുളം അമ്പലത്തിൻ്റെ ക്ഷേത്രകുളം നിർമ്മാണം നമുക്കതിൻ്റെ സംരക്ഷണ പ്രവർത്തനം പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ പഞ്ചായത്തിന് ലഭിക്കുന്ന ടൈഡ് ഫണ്ട് അടക്കമുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ധനകാര്യ കമ്മീഷൻ്റെ വിഹിത കടം ചേർത്തുകൊണ്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ അകത്തെ പ്ലാക്കത്തറക്കുളം, നങ്ങ്യാർകുളം, വലിയകുളം, അതോടൊപ്പം തന്നെ തട്ടാരൂറം ഇറിഗേഷൻ അടക്കമുള്ള നിരവധിയായ അമുങ്ങാട് കുളം, പുൽപ്പാങ്കുളം, പുറക്കുളം, പ്ലാക്കത്തറക്കുളം അടക്കമുള്ള കുളങ്ങളുടെ
സംരക്ഷണ പ്രവർത്തികൾ നമുക്ക് ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഗ്രാമപഞ്ചായത്ത് നേരത്തെ പറഞ്ഞതുപോലെ ജലസമൃദ്ധമായ ഒരു പ്രദേശമാണ്. നമ്മുടെ പഞ്ചായത്തിനകത്ത് ഏകദേശം 20ഓളം ലിഫ്റ്റ് ഇറിഗേഷനുകൾ നമ്മുടെ പഞ്ചായത്തിനകത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. ആ ലിഫ്റ്റ് ഇറിഗേഷൻ, മൈനർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പഞ്ചായത്തിൻ്റെ കമ്മ്യൂണിറ്റി ഇറിഗേഷനുകളുണ്ട്. ഇവ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ 4 വർഷം കൊണ്ട് നമുക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നേരത്തെ കാർഷിക മേഖലയിൽ ഇത്തരം പ്രവർത്തനങ്ങൾക്ക്, അതോടൊപ്പം തന്നെ പച്ചക്കറി വികസനവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിനെ 5 ക്ലസ്റ്ററുകളായി തിരിച്ചുകൊണ്ട് ആ ക്ലസ്റ്ററിലെ കർഷകന് ആവശ്യമായ സാങ്കേതിക സഹായം, വിത്ത്, അതോടൊപ്പം തന്നെ അവർക്ക് കൃഷി ചെയ്യുന്ന ആളുകൾക്ക് ആവശ്യമായ ധനസഹായമടക്കം കൊടുക്കുന്നതിന് വേണ്ടി എല്ലാ വീടുകളിലും ജൈവ രീതിയിൽ പച്ചക്കറി കൃഷി നടത്തുന്നതിന് വേണ്ടി കുടുംബശ്രീക്കാർ പ്രത്യേകം പരിഗണന കൊടുത്ത് എല്ലാവർക്കും വിത്ത് നൽകുന്ന, തൈ നൽകുന്ന പദ്ധതി, അതോടൊപ്പം തന്നെ ജാതി കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടി ജാതി കർഷകർക്ക് വളം നൽകുന്ന പദ്ധതി, അതോടൊപ്പം തന്നെ വാഴ കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടി അവർക്കുള്ള ധനസഹായം അടക്കമുള്ള നിരവധി പ്രവർത്തനങ്ങൾ നമുക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞു. ഈ സമയത്താണ് ഈ ഭരണസമിതി ചുമതലയേറ്റതിന് ശേഷമാണ് ഏറെ നാളായി പണി മുടങ്ങിക്കിടന്ന അന്നമനട കൃഷിഭവൻ അത് പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കാൻ കഴിഞ്ഞത്. അവിടെ വിളപരിപാലനവുമായി ബന്ധപ്പെട്ട് ജില്ലയ്ക്കകത്ത് ആദ്യഘട്ടങ്ങളിൽ അനുവദിച്ച ആദ്യത്തെ വിളപരിപാലന കേന്ദ്രം, അതായത് കർഷകൻ്റെ കൃഷി ഉൽപ്പന്നങ്ങളെ ബാധിക്കുന്ന അസുഖങ്ങളെ കണ്ടെത്തി അവയെ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള വിളപരിപാലന കേന്ദ്രം നമ്മുടെ ഗ്രാമപഞ്ചായത്തിനകത്ത് ആരംഭിച്ച് അതിൻ്റെ പ്രവർത്തനം നല്ല രീതിയിൽ നമുക്ക് കാർഷിക മേഖലയിൽ നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. കാർഷിക സമൃദ്ധമായ അന്നമനടയ്ക്ക് ഗ്രാൻഡായി ലഭിച്ച കോടിക്കണക്കിന് രൂപ ലാപ്സാക്കി കളഞ്ഞ 5 വർഷമാണ് കടന്നുപോയതെന്ന് പ്രതിപക്ഷാംഗം കെ രവി നമ്പൂതിരി കുറ്റപ്പെടുത്തുന്നു. ഈ പഞ്ചായത്ത് യഥാസമയം പദ്ധതി വിഹിതം ചെലവഴിക്കുന്നതിലും അതുമാതിരി അത് നടപ്പാക്കുന്നതിലുമുള്ള കാലതാമസത്തിൻ്റെ ഭാഗമായിട്ട് ഒട്ടനവധി പദ്ധതി വിഹിതം പഞ്ചായത്തിന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അത് ഈ പ്ലാൻ ഫണ്ട് മാത്രമല്ല, കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ഫണ്ടും യഥാസമയം സാധാരണയായിട്ട് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31-ക്കുള്ളിൽ പദ്ധതി വിഹിതവും അതുമാതിരി തന്നെ കേന്ദ്രാവിഷ്കൃത വിഹിതം ചെലവെഴുതാലെന്ന് അടുത്ത വർഷം അത്രയും പൈസ കിട്ടുള്ളൂ. ഇവിടെ സംബന്ധിച്ചിടത്തോളം റോഡ് തരത്തിൽ സാധാരണ നമുക്ക് റോഡ് ഫണ്ട് മെയിൻ്റനൻസ് ഗ്രാൻഡ് ആണ് ഏറ്റവും കൂടുതൽ ഗ്രാമീണ മേഖലയ്ക്ക് ഉപയോഗപ്രദമായിട്ടുള്ളത്. അത് കഴിഞ്ഞ ഒരു സാമ്പത്തിക വർഷങ്ങൾ മുഴുവൻ കോടിക്കണക്കിന് രൂപ പഞ്ചായത്തിന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നമുക്ക് 2,98,09,000 രൂപ പദ്ധതി വിഹിതം ഗ്രാൻഡിൽ ലഭിച്ചു. പക്ഷേ ആ ഗ്രാൻഡിൽ 1,48,529 രൂപ ഈ പഞ്ചായത്തിന് നഷ്ടപ്പെട്ടു പോയി. കാരണം ഈ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസംഗിച്ചിട്ടുണ്ടാവും 100% പദ്ധതി വീതം എല്ലാ വർഷവും ചെലവാക്കി. ആ ചെലവാക്കിയതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ വർഷം കിട്ടുന്ന ഫണ്ടിൻ്റെ മാർച്ച് 31 കഴിഞ്ഞാൽ അടുത്ത വർഷത്തെ ക്യാരി ഓവറാണ്. അപ്പോൾ അടുത്ത വർഷത്തെ ക്യാരി ഓവറിലാണ് കഴിഞ്ഞ വർഷം 1,48,58,252 രൂപ ക്യാരി ഓവറാണ്. ആ ക്യാരി ഓവർ വരണം എന്താണെന്ന് വെച്ചാൽ യഥാസമയം ഫണ്ട് ചെലവഴിക്കേണ്ട. അപ്പോൾ പിന്നത്തെ വർഷത്തെ ഫണ്ടിൽ നിന്ന് തുടക്കം തന്നെ ആ ഫണ്ട് ചിലവായി പോകുന്നു. അപ്പോൾ പദ്ധതി വിഹിതവും അതുമാതിരി ഗ്രാൻഡും ഈ സ്പിൽ ഓവർ വർക്കുകളിലെ കാശിലേക്ക് എടുത്ത് മാറ്റുമ്പോൾ ആ വർഷം നടക്കേണ്ട ഫണ്ടുകൾ പിന്നത്തെ വർഷത്തേക്ക് മാറ്റുന്നത്. ഓരോ വർഷം സ്പിൽ ഓവറിലേക്ക് മാറ്റി വരുമ്പോൾ പദ്ധതി വിഹിതം കിട്ടുന്നത് തന്നെ കുറവ്, ആ കിട്ടുന്നത് തന്നെ ഓരോ വർഷം സ്പിൽ ഓവറിലേക്ക് മാറ്റുമ്പോൾ ആ വർഷത്തെ പദ്ധതി വീണ്ടും അടുത്ത വർഷത്തേക്ക് പോകുന്നു. ഈ വർഷം നടപ്പാക്കേണ്ട ലാസ്റ്റ് ഇയറാണ്, ഈ വർഷം നടപ്പാക്കേണ്ട പദ്ധതി ചെലവാക്കിയില്ലെങ്കിൽ അടുത്ത ഗ്രാമപഞ്ചായത്ത് ആര് ഭരിക്കുന്നു അവരുടെ തലയിലേക്ക് അത് വരുന്നത്. ഇതേമാതിരി ഈ പഞ്ചായത്ത് 2020 അധികാരത്തിൽ കയറുമ്പോൾ ജില്ലയിൽ മൊത്തം വെള്ളപ്പൊക്കം വന്ന്, നമ്മുടെ ഈ സംസ്ഥാനത്ത് മുഴുവൻ വെള്ളപ്പൊക്കം വന്ന് ഏറ്റവും കൂടുതൽ നാശം സംഭവിച്ച പഞ്ചായത്താണ്. ഈ പഞ്ചായത്തിന് കുറച്ച് കാശ് വെള്ളപ്പൊക്ക ദുരിതാശ്വാസ നിധിയും അതുമാതിരി ഇങ്ങനെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിന് കാശ് കിട്ടി, റോഡുകൾക്ക് കിട്ടി. ഈ പഞ്ചായത്ത് അധികാരത്തിൽ വന്നപ്പോൾ തന്നെ ആ കാശ് മുഴുവൻ ലാപ്സാക്കി കളഞ്ഞു. അത് ചിലത് ഇപ്പം ഞാൻ ഈ 5-ാം വാർഡ് പ്രതികരിച്ചിരുന്ന ആളാണ്. എൻ്റെ വാർഡിൽ 16 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ടായിരുന്നു റോഡുകൾക്കായിട്ട്. ആ കാശ് മൊത്തം ഈ പഞ്ചായത്ത് വന്നപ്പോൾ ടെൻഡർ കഴിഞ്ഞ് എഗ്രിമെൻ്റ് വെച്ച വർക്കാണ്, പക്ഷേ അത് തുടങ്ങിയില്ല എന്ന് പറഞ്ഞത് ക്യാൻസൽ ചെയ്തു. ഇതുവരെയായിട്ടും ഇപ്പോൾ നമ്മുടെ വിവേകോദയ സ്കൂളിൻ്റെ ഫ്രണ്ടിൽ ഇടിഞ്ഞ് കിടക്കുക, റോഡ് മുഴുവൻ ആ സൈഡ് മുഴുവൻ ഇടിഞ്ഞ് കിടക്കുക.
അത് നടപ്പാക്കാൻ ഈ പഞ്ചായത്ത് 5 വർഷമായിട്ട് അതൊന്ന് കെട്ടി സംരക്ഷിക്കാൻ, ആ റോഡ് കെട്ടി സംരക്ഷിക്കാൻ സാധിച്ചിട്ടില്ല. അതുമാതിരി ഒട്ടനവധി മേഖലകളിൽ ഫണ്ട് മാറ്റിവെക്കും, അല്ലെങ്കിൽ പ്രഖ്യാപനങ്ങളല്ലാതെ യാതൊരു പദ്ധതികളും ഇവിടെ നടപ്പാക്കുന്നത്. പ്രസിഡന്റ് ഗ്രാമസഭയിൽ ഒട്ടനവധി പ്രസംഗങ്ങൾ, ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ ചാനലിൽ തന്നെ പ്രസിഡന്റിൻ്റെ പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ടാവും. 1 മണിക്കൂറോളം പ്രസംഗിക്കും പുള്ളി. പ്രസംഗമല്ലാതെ കാതലായ വിഷയങ്ങളെടുത്ത് കൈകാര്യം ചെയ്യുന്നതിൽ ഈ പഞ്ചായത്ത് 100% പരാജയപ്പെട്ടിരിക്കുകയാണ്. ജനകീയ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും കാർഷിക മേഖലയ്ക്ക് ഇറിഗേഷൻ സെക്ടർ എന്ന് പറഞ്ഞാൽ ഈ സംസ്ഥാനത്ത് തന്നെ, അല്ലെങ്കിൽ ഈ പഞ്ചായത്തിൽ തന്നെ, അല്ലെങ്കിൽ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇറിഗേഷൻ സ്കീമുകൾ 16ഓളം മൈനർ ഇറിഗേഷൻ സ്കീമുകളും അതുമാതിരി തന്നെ അത്രയും തന്നെ ഏതാണ്ട് കമ്മ്യൂണിറ്റി ഇറിഗേഷൻ സ്കീമുകളുണ്ട്. ഈ ഇറിഗേഷൻ സ്കീമുകൾക്ക് വേണ്ടിയിട്ട് 10 പൈസ ഈ പഞ്ചായത്ത് വന്നതിന് ശേഷം ചിലവ് ചെയ്തിട്ടില്ല. കാർഷിക മേഖലയെന്ന് പറയുന്നത് കൃഷിക്കാർക്ക് വേണ്ടി എന്ത് ചെയ്തു? കൃഷിക്കാർക്ക് ഏറ്റവും ഉപയുക്തമായി അന്നമനട പഞ്ചായത്തിൽ കാർഷിക മേഖലയ്ക്ക് വേണ്ടിയിട്ട് ഏറ്റവും ഉള്ളതാണ് എക്കാട്ടിത്തോട് വൻതോട് പദ്ധതി. അതിന് 50 ലക്ഷം രൂപ ഈ ജില്ലാ പഞ്ചായത്ത് ചെലവഴിച്ചു എന്ന് പറയുന്നുണ്ട്. ജില്ലാ പഞ്ചായത്ത് ചെലവഴിച്ചു എന്ന് പറയുന്നത് എൻ്റെ വാർഡിൽ ഒരു മാപ്പറമ്പള്ളി തോടുണ്ട്. ഈ ജംഗ്ഷനടക്കം വെള്ളം എക്കാട്ടിത്തോടിലേക്കാണ് പോകുന്നത്. ആ പോകുന്ന വെള്ളം പോകുന്നൊരു തോടാണ്. സാധാരണ ഒരു മഴ പെയ്ത വഴി അവിടെ ബ്ലോക്കായി കഴിഞ്ഞാൽ മൊത്തം ആ വീടുകളിലൊക്കെ വെള്ളം കയറും. ഇതിപ്പോൾ ഒരു 3-4 വർഷമായിട്ട് സ്ഥിരമുള്ള പരിപാടിയാണ്. അതിലേക്ക് വേണ്ടിയിട്ട് ജില്ലാ പഞ്ചായത്ത് മെമ്പർ 15 ലക്ഷം രൂപ വിധിച്ചിരുന്നു അത് ക്ലീൻ ചെയ്യാനായിട്ട്. ആ പൈസ അടക്കം ഈ വെണ്ണുത്തറ പദ്ധതിയിലേക്ക് വേണ്ടി മാറ്റിവെച്ചു. അതടക്കം 50 ലക്ഷം രൂപ ചെലവ് ചെയ്തു. ഒരു വ്യക്തിയുടെ 4 പുറം കെട്ടിക്കൊടുത്തതല്ലാതെ ഒരു പദ്ധതി അവിടെ നടന്നില്ല. നിങ്ങൾ ഈ ദൃശ്യമാധ്യമങ്ങളും അതുമാതിരി പത്രമാധ്യമങ്ങളും ഒരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു സോഷ്യൽ ഓഡിറ്റ്, ഇത് പ്രഖ്യാപനങ്ങൾ കഴിഞ്ഞ പദ്ധതികളിലൊരു സോഷ്യൽ ഓഡിറ്റ് നടത്തേണ്ടതാണ്. കാരണം ഈ തുറകൾ മുഴുവൻ നടന്ന് ഒന്ന് നോക്കിയാൽ ഇപ്പം കഴിഞ്ഞ കാലങ്ങളിൽ ചെലവ് ചെയ്ത അല്ലെങ്കിൽ അത് കെട്ടി സംരക്ഷിച്ചു എന്ന് പറഞ്ഞ തോടുകളും അതുമാതിരി ഈ കുളങ്ങളും ചണ്ടിയും പായലും നിറഞ്ഞിട്ട് ഒരു മീനെ പോലും ഇടാൻ പറ്റാത്ത അവസ്ഥയിൽ, അല്ലെങ്കിൽ ഒരു മീൻ പോലും പിടിക്കാൻ പറ്റാത്ത, ഒരാൾക്ക് കുളിക്കാൻ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഈ തോടുകൾ മുഴുവൻ കിടക്കുന്നത്. അപ്പം കാർഷിക മേഖലയ്ക്ക് ചെലവ് ചെയ്തു എന്ന് പറഞ്ഞത് കൃഷിക്കാർക്ക് യാതൊരുവിധ ഉപകാരമില്ലാത്ത പദ്ധതികളാണ് ചെലവ് ചെയ്തത്. ചിറയഞ്ചാൽ പദ്ധതി എന്ന് പറഞ്ഞാൽ ഈ പഞ്ചായത്തിൽ നിന്നല്ല, ജനകീയാസൂത്രണം തുടങ്ങിയ കാലം തൊട്ട് പറയുന്ന പദ്ധതിയാണ്. ജനകീയാസൂത്രണം തന്നെ തട്ടിപ്പാണ്. കാരണം 71-74 ഭരണഘടന ഭേദഗതിയിലൂടെ പഞ്ചായത്ത് രാജ് ആക്ട് നടപ്പാക്കിയ പഞ്ചായത്ത് രാജ് എന്ന് പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ജനകീയാസൂത്രണം കൊണ്ടുവന്നത്. അല്ലാതെ അത് അധികാരം മുഴുവൻ ജനങ്ങളിലേക്ക് എത്തിച്ചത് ഗാന്ധിജി വിഭാവനം ചെയ്ത പഞ്ചായത്ത് ഗ്രാമസ്വരാജിന് വേണ്ടിയിട്ടുള്ള പദ്ധതി വിഹിതം മുഴുവൻ ഗ്രാമങ്ങളിലെത്തിയാലാണ് ചെലവഴിക്കാൻ പറ്റുള്ളൂ എന്നൊരു അടിസ്ഥാനത്തിലാണ് പദ്ധതി വിഹിതങ്ങൾ മുഴുവൻ ഗ്രാമങ്ങളിലേക്ക് വന്നത്. പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നത് ഗ്രാമങ്ങൾ വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാതെ ഫണ്ട് ചെലവഴിക്കുക എന്നുള്ള ഉദ്ദേശത്തോട് മാത്രമാണ് പലപ്പോഴും ഇവിടെ നടക്കുന്നത്. അതിൻ്റെ പുറത്താണ് ഇപ്പോൾ ചിറയഞ്ചാൽ പദ്ധതിക്ക് വേണ്ടിയിട്ട് 1,28 ലക്ഷം രൂപ 30 ലക്ഷം രൂപ ഈ വർഷം ചെലവ് ചെയ്തു. ഈ ചെലവ് ചെയ്തു എന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങൾ പോരും വഴിക്കാൻ, നിങ്ങളിപ്പോൾ മാളയിൽ നിന്ന് പോരണ വഴിക്കാണ്, അവിടെ വണ്ടി നിർത്തി നോക്കുക. വേനൽക്കാലത്ത് അവിടെ വെള്ളം കിട്ടണമെങ്കിൽ എക്കാട്ടിത്തോടിയിൽ നിന്ന് ഒരു തോടുണ്ടായിരുന്നു, അത് പുനഃസ്ഥാപിച്ചാൽ മാത്രമാണ് അതിലേക്ക് വെള്ളം കിട്ടുള്ളൂ. ഇത് ഈ സ്കീം എന്ന് പറഞ്ഞാൽ 17-18 വാർഡുകളിലേക്ക് വെള്ളം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് വേനൽക്കാലത്ത് കുടിവെള്ള സ്കീം കൂടിയത്. കാരണം ഈ നനവെള്ളം ഉണ്ടെങ്കിലാണ് കിണറുകളിൽ വെള്ളം ഉണ്ടാവുള്ളൂ. അപ്പോൾ കുടിവെള്ള സ്കീം കൂടിയാണ്. അത് ചെലവഴിക്കുക. അവിടെ 1,28,00,000 വീണ്ടും ഇപ്പോഴും വെച്ചിട്ടുണ്ട് കാശ്, ഇപ്പോഴും അനുവദിച്ചിട്ടുണ്ട്. എത്രയോ കോടി, 1.25 കോടി രൂപ ഇപ്പോഴും വെച്ചിട്ടുണ്ട്. പക്ഷേ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലല്ല ഇപ്പോഴും അവിടെ നടക്കുന്ന സംഗതികൾ. അവിടെ അതിലേക്ക് വെള്ളം, എക്കാട്ടിത്തോടിൽ നിന്ന് വെള്ളം വരുന്ന, പുറക്കുളത്തു നിന്ന് വെള്ളം വരുന്ന തോട് മൂടിക്കളഞ്ഞു സ്വകാര്യ വ്യക്തികൾ. അത് തുറന്ന് അതിലേക്ക് ഈ ജലാശയത്തിലേക്ക്, ചിറയഞ്ചാൽ ജലാശയത്തിലേക്ക് വെള്ളം വന്നാലാണ് വേനൽക്കാലത്ത് സുലഭമായി വെള്ളം ലഭിക്കുള്ളൂ. അതിനുള്ള പദ്ധതി ഇപ്പോഴും ഈ സ്കീമുകളിലൊന്നും നോക്കിയിട്ടില്ല. ആ പൈസ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് ശുദ്ധമായ അഴിമതി നടത്താൻ വേണ്ടിയിട്ട് ഈ സർക്കാരും അല്ലെങ്കിൽ ഇതിൻ്റെ പഞ്ചായത്തും അതിൻ്റെ ഭരണകക്ഷിയുടെ നേതൃത്വവും ഇതിന് അഴിമതി നടത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരം പദ്ധതികൾ നടപ്പാക്കുന്നത്. ആരോഗ്യ ഗതാഗത രംഗത്തെ ദീർഘദർശനമില്ലാത്ത പ്രവൃത്തികൾ മൂലം ജനം നെട്ടോട്ടമോടുന്നു. സുതാര്യത ഇല്ലാത്ത ഭരണമായിരുന്നു കഴിഞ്ഞ 5 വർഷം ഉണ്ടായത്. അടുത്ത ഭരണത്തിൽ UDFന് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. പഞ്ചായത്തിൽ മാറ്റം കൊണ്ടുവരാൻ കോൺഗ്രസിന് കഴിയും. അന്നമനടയ്ക്ക് സ്വന്തമായി സ്റ്റേഡിയം അടക്കം യാഥാർത്ഥ്യമാക്കാൻ കോൺഗ്രസ് ഭരണസമിതിക്ക് കഴിയുമെന്ന് രവി നമ്പൂതിരി പറഞ്ഞു. ഈ പഞ്ചായത്തിൻ്റെ പോരായ്മകൾ നികത്തി അടുത്ത പഞ്ചായത്ത് കമ്മിറ്റി, ഞങ്ങളുടെ കാഴ്ചപ്പാട് ഇവിടെ ആദ്യം തന്നെ നമ്മളെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്റ്റേഡിയം, ടർഫ് കോർട്ടും അത് അനുബന്ധിച്ച് വോളിബോളിനും ഫുട്ബോളിനും വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുക. അത് ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാടാണ്. ക്രിമിറ്റോറിയം,
5 വർഷമായി ഈ പഞ്ചായത്ത് അധികാരത്തിൽ ക്രിമിറ്റോറിയത്തിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ വരികയാണെങ്കിൽ, ഞങ്ങൾ വന്നാൽ ക്രിമിറ്റോറിയത്തിന് സ്ഥലം കണ്ടെത്തി അത് ക്രിമിറ്റോറിയം നിർമ്മിക്കാൻ വേണ്ട നടപടികൾ ഞങ്ങൾ ചെയ്യും. അതായിരിക്കും ഞങ്ങളുടെ ഏറ്റവും വലിയ. കാരണം ഈ പഞ്ചായത്ത് ഇപ്പോൾ ഒരു ആൾ മരിച്ചാൽ കൊരട്ടി പഞ്ചായത്തോ അല്ലെങ്കിൽ കൊരട്ടി പഞ്ചായത്ത് കേടാണെങ്കിൽ പിന്നെ മേലൂര് അല്ലെങ്കിൽ ആലുവ അല്ലെങ്കിൽ ഇരിഞ്ഞാലക്കുടയ്ക്ക് കൊണ്ടുപോകണം. ഒട്ടനവധി പാവപ്പെട്ട ആൾക്കാരാണ്, കോളനികൾ. എൻ്റെ വാർഡിൽ തന്നെ ഇപ്പോൾ ഒരു 10-200 വീടുകളുണ്ട്. അവർക്കൊന്നും ക്രിമിറ്റോറിയം ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം 3 സെൻറ്റിലാണ് കോളനികളാണ്. അപ്പോൾ ഈ പഞ്ചായത്ത് ഒട്ടനവധി പ്രദേശത്ത് പിന്നെ ചിലത് പാടത്തെ വീട് വെച്ചാണ്. അപ്പോൾ അവിടെ ക്രിമിനേഷൻ നടക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ആവശ്യത്തിന് വേണ്ടി ഒരു ക്രിമിറ്റോറിയം ഈ പഞ്ചായത്തിന് അത്യന്താപേക്ഷിതമാണ്. അതിന് എന്ത് വില കൊടുത്തും അടുത്ത പഞ്ചായത്ത് കമ്മിറ്റി വന്നാൽ ഞങ്ങൾ നടപ്പാക്കും. പിന്നെ ഈ സ്റ്റേഡിയം നടപ്പാക്കും. ആയുർവേദ ആശുപത്രി ഇവിടെ ഇപ്പോൾ ഇനി യാതൊരുവിധ ഡെവലപ്മെൻറ്റ് നടക്കില്ല. TN പ്രതാപൻ MLA ആയിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് ഈ പഞ്ചായത്ത്, അന്ന് LDF പഞ്ചായത്താണ്, അന്ന് പറഞ്ഞു എൻ്റെ ആസ്തി വികസനത്തിന് ഞാൻ 2 കോടി രൂപ തരാം, ആസ്പത്രി വെക്കി സ്ഥലം കണ്ടെത്തി മാറ്റുകയാണെങ്കിൽ 2 കോടി രൂപ തരാമെന്ന് പറഞ്ഞു. പിന്നെ അന്ന് അതിന് തയ്യാറായില്ല. ഇപ്പോൾ അതിനുവേണ്ടി സ്ഥലം കിട്ടിയിട്ടുണ്ട്. അതിന് നാമിൻ്റെ 1 കോടി രൂപ കിട്ടിയിട്ടുണ്ട്. അത് പൂർത്തീകരിച്ച് അവിടെ നല്ലൊരു പ്രവർത്തന സജ്ജമായ ഇതിനേക്കാൾ ആധുനിക സൗകര്യത്തോടു കൂടി ഒരു ഹോസ്പിറ്റൽ അവിടെ ഉണ്ടാക്കും. അതുമാതിരി തന്നെ സ്റ്റേഡിയം, സ്ഥലം കിട്ടിയെടുത്ത് സ്റ്റേഡിയം ഉണ്ടാക്കും. അവിടെ വഴി സ്ട്രീറ്റ് ലൈറ്റും. ഇപ്പോൾ അവിടെ ഈ കൃഷിഭവൻ റോട്ടിൽ സബ് രജിസ്ട്രാർ ഓഫീസുണ്ട്, കൃഷിഭവനുണ്ട്. ഇനി സ്റ്റേഡിയം വരാൻ പോകും. പഞ്ചായത്ത് ഓഫീസ്, മറ്റേ ആയുർവേദ ആസ്പത്രി അവിടെ വരാൻ പോകും. അവിടേക്ക് പോണ വഴിയിൽ ഒരു ലൈറ്റ് പോലും ഇല്ല. ലൈറ്റ് ഇടാനായിട്ട് പോസ്റ്റ് വലിച്ച് ലൈൻ വലിക്കണം. അതിന് സ്പെഷ്യൽ സാങ്ഷൻ വേണം. സ്ട്രീറ്റ് മെയിൻ മാത്രം പോരാ. ആ സ്ട്രീറ്റ് മെയിൻ വലിച്ച് അവിടെ ലൈറ്റ് ഇടാനുള്ള സൗകര്യം ഞങ്ങൾ ഏർപ്പെടുത്തി. ഞങ്ങൾ വരികയാണെങ്കിൽ അതൊക്കെ ചെയ്യണമെന്നുള്ള കാഴ്ചപ്പാടിന് ഞങ്ങൾക്ക്. അതുമാതിരി തോടുകളുടെ സംരക്ഷണം, കൃഷി പമ്പ് സെറ്റുകൾ, ഞാൻ പറയും ഇറിഗേഷൻ സ്കീമുകൾ 16 എണ്ണമാണ് ഈ പഞ്ചായത്തിലുള്ളത്. കൃഷിക്കാർക്ക് സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളുമായിട്ട് ഉൽപ്പാദന മേഖലയിൽ കൂടുതൽ ഫണ്ട് കണ്ടെത്തി, അതുമാതിരി വനിതാ വ്യവസായ എസ്റ്റേറ്റിൽ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാനായിട്ടുള്ള പദ്ധതികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടിയിട്ട് കൂടുതൽ സ്പെഷ്യൽ കോച്ചിങ് ക്ലാസ്സുകളും അതുമാതിരി കോച്ചിങ് പദ്ധതികളുമായിട്ട് ആരംഭിക്കും. ആ കാഴ്ചപ്പാടിലാണ് ഞങ്ങൾ എല്ലാ രംഗത്തും. അതുമാതിരി അംഗൻവാടികൾ മുഴുവൻ നവീകരിക്കാനുള്ള പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകാനുള്ള പരിപാടിയാണ്. അംഗൻവാടികൾ ഇപ്പോൾ ഒട്ടനവധി അംഗൻവാടികൾ സൗകര്യമില്ലാത്തതുണ്ട്. ചിലത് ഡിജിറ്റലൈസ് ചെയ്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പഞ്ചായത്തിൽ 32ഓളം അംഗൻവാടികളുണ്ട്. ആ അംഗൻവാടികളിൽ ഭൂരിഭാഗവും സ്ഥലപരിമിതി അതുമാതിരി ബിൽഡിങ്ങിൻ്റെ സൗകര്യമില്ലായ്മയിലും വരുന്നുണ്ട്. അതൊക്കെ നല്ല സ്മാർട്ട് അംഗൻവാടികളാക്കി മാറ്റാനുള്ള പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകും. സ്കൂളുകളിൽ സ്പെഷ്യൽ കോച്ചിങ്ങുകൾ കൊടുത്ത് കുട്ടികളെ കുറേ വിദ്യാഭ്യാസ മേഖലയിലേക്ക് പുരോഗതി കൈവരിക്കുന്ന നേട്ടങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. LDF അധികാരത്തിലെത്തിയാൽ പഞ്ചായത്തിന് സ്വന്തമായി ക്രിമിറ്റോറിയം കൊണ്ടുവരാനുള്ള നടപടികൾ, വിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ സജ്ജീകരണങ്ങൾ, കുടുംബശ്രീ സംവിധാനം കൂടുതൽ മെച്ചപ്പെടുത്തൽ, മാലിന്യ നിക്ഷേപത്തിന് നൂതന മാർഗങ്ങൾ എന്നിവ നടപ്പാക്കുമെന്ന് വിനോദ് പറഞ്ഞു. ഈ 4 വർഷം പൂർത്തീകരിച്ചു കഴിയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് ഗ്രാമപഞ്ചായത്ത് നടത്തിയ വിദ്യാഭ്യാസ മേഖലയിലുള്ള പ്രവർത്തനം. പഞ്ചായത്തിൻ്റെ ഒരു വിദ്യാഭ്യാസ ലക്ഷ്യമെന്ന് പറയുന്നത് തന്നെ -2 മുതൽ +2 വരെയുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ ഇടപെട്ട് പ്രവർത്തിക്കുക. നമുക്കറിയാം, ഒരു റോഡുണ്ടാക്കിയാൽ തോടുണ്ടാക്കിയാൽ അത് കാലവർഷം കൊണ്ട് പ്രളയമൊക്കെ കൊണ്ട് വേണ്ടി നഷ്ടപ്പെടാം. പക്ഷേ അറിവ് എന്നുള്ള ഒരു 2 തലമുറകൾ തമ്മിലുള്ള പാലം എന്ന് പറയുന്നത് അറിവ് എന്നുള്ള തിരിച്ചറിവിൻ്റെ ഭാഗമായി ഒരു സംസ്കാര സമ്പന്നരായ വിദ്യാസമ്പന്നരായ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു യുവതലമുറയെ വാർത്തെടുക്കുന്നതിന് വിദ്യാഭ്യാസ മേഖലയിൽ ക്രിയാത്മകമായി ഇടപെട്ടാണ് പഞ്ചായത്ത് പ്രവർത്തിക്കുന്നത്. പഞ്ചായത്തിൻ്റെ നേരത്തെ പറഞ്ഞതുപോലെ -2 മുതൽ +2 വരെ എന്നൊരു അംഗനവാടി മുതൽ സിവിൽ സർവീസ് എന്നുവരെയാണ് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ ഇടപെടൽ. കേവലം ഗ്രാമപഞ്ചായത്തുകൾക്ക് 7ാം ക്ലാസ് വരെയാണ് ഇടപെടാൻ കഴിയുക. പക്ഷേ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് 18 വയസ്സ് വരെ കുട്ടികളുടെ നേരത്തെ പറഞ്ഞതുപോലെ -2 മുതൽ +2 വരെയുള്ള 18 വയസ്സിലുള്ള വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഇടപെട്ട് പ്രവർത്തിക്കുന്നു. -2 എന്ന് പറയുമ്പോൾ നമ്മുടെ അംഗനവാടികളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. -2ൽ നമുക്ക് ഗ്രാമപഞ്ചായത്തിനകത്ത് 31 അംഗനവാടികളുണ്ട്. ആ 31 അംഗനവാടിയിൽ 10 അംഗനവാടികളെ നമുക്ക് സ്മാർട്ട് അംഗനവാടികളാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഭരണസമിതി ചുമതലയേറ്റതിന് ശേഷമാണ് സംസ്ഥാന സർക്കാരിൻ്റെ റീബിൽഡ് കേരളയിൽപ്പെടുത്തി 1 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് 3 അംഗനവാടികളുടെ പ്രവർത്തനം പൂർത്തീകരിച്ച്
അതിൻ്റെ പ്രവർത്തനം തുടങ്ങാൻ കഴിഞ്ഞിട്ട്. ഒരു അംഗനവാടിയുടെ നിർമ്മാണ പ്രവർത്തനം അവസാന ഘട്ടത്തിലാണ്. അപ്പോൾ 1 കോടി രൂപയുടെ ആ പ്രവർത്തനം ബഹുമാനപ്പെട്ട MLAയുടെ സഹായത്തോടു കൂടി 2 അംഗനവാടികൾക്ക് ഫണ്ട് നമുക്ക് അനുവദിക്കുകയുണ്ടായി. അതിലൊരു അംഗനവാടിയുടെ നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു അംഗനവാടി അതിൻ്റെ നിർമ്മാണം ആരംഭിക്കാൻ പോകുന്നു. ഗ്രാമപഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് 2 അംഗനവാടികൾ നിർമ്മിക്കാൻ വേണ്ടി ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് അത് നിർമ്മിക്കാൻ പോകുന്നു. എല്ലാ വർഷവും അംഗനവാടികളുടെ സൗന്ദര്യവൽക്കരണം എന്ന് പറയുന്ന പദ്ധതിയിൽപ്പെടുത്തി ആവശ്യമായ മെയിൻ്റനൻസ് നടത്തുന്നു. സ്മാർട്ട് അംഗനവാടികളാക്കുന്നു, കളി ഉപകരണങ്ങൾ കൊടുക്കുന്നു. കുട്ടികൾക്ക് ആവശ്യമായ എല്ലാ സഹായവും അംഗനവാടി തലത്തിൽ നമ്മൾ അംഗനവാടികൾക്ക് വേണ്ടി നമ്മൾ നടപ്പാക്കുന്നുണ്ട്. ഒരു അംഗനവാടിക്ക് സ്ഥലം കിട്ടുന്ന മുറയ്ക്ക് അതിൻ്റെ പ്രവർത്തനം കൂടി, അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടി പൂർത്തീകരിക്കണം എന്നുള്ളതാണ് ഗ്രാമപഞ്ചായത്ത് ആഗ്രഹിക്കുന്നത്. എന്തായാലും അന്നമനട കാർഷിക ഗ്രാമമാണ്. അന്നമനടയ്ക്ക് വേണ്ടത് പുതിയ കാർഷിക സംസ്കാരമാണ്. അതാര് നൽകുമെന്ന് ജനം വിശ്വസിക്കുന്നു എന്നിടത്താണ് എൻ്റെ പഞ്ചായത്തിലെ ജനത്തിൻ്റെ കരുതൽ നിലനിൽക്കുന്നത്. ചാലക്കുടി പുഴയുടെ സാമീപ്യം കൊണ്ടും ജലാശയങ്ങളുടെ സമ്പത്ത് കൊണ്ടും അനുഗ്രഹിക്കപ്പെട്ട അന്നംനട ഗ്രാമപഞ്ചായത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ കണ്ടത്. മറ്റൊരു പഞ്ചായത്തിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂരിൽ LDFന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് കോർപ്പറേഷനിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കുമാണ് സ്ഥാനാർത്ഥികളെ. ചാലക്കുടിയിലെ അന്തർ സംസ്ഥാന പാതയിൽ അപകടാവസ്ഥയിലായ പാലത്തിന്റെ കേടുപാടുകൾ തീർക്കുന്ന പ്രവർത്തികൾ ഇനിയും ആരംഭിച്ചില്ല. പാലത്തിന്റെ അടിഭാഗത്തെ സംരക്ഷണ ഭിത്തി ഇളകിയ നിലയിൽ. കുഴൂരിൽ ഇടതുമുന്നണിയിലെ സീറ്റ് തർക്കം സൈബർ പോരിലേക്ക് നീങ്ങുന്നു. CPM പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ വെട്ടി CPI സ്വന്തം സ്ഥാനാർത്ഥിയെ സൈബർ ഇടത്തിൽ അവതരിപ്പിച്ചു. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.